ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്നത് അള്ളാഹുവിൻ്റെ അഫുവാണ്. നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി മഹശ്ശറയുടെ തിരുമുറ്റത്ത് ജനലക്ഷങ്ങൾ കോടികൾ അണിനിരന്ന് നിൽക്കുമ്പോൾ ഒരിച്ചാൽ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് എല്ലാവരും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു താല അവന്റെ ചില ദാസന്മാരെ വിളിച്ചിട്ട് പറയും, എൻ്റെ ദാസ, നിങ്ങളുടെ ദുനിയാവിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന് ഞാൻ മാപ്പ് തരികയാണ്. നിങ്ങളുടെ സർവ്വ തെറ്റുകളും ഞാനിതാ മറച്ചു വെക്കുന്നു, ആരും കാണാതെ. നിങ്ങൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകുക. നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം, നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകാം. സന്തോഷത്തോടെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുക എന്ന് അല്ലാഹു തആല ഒരു കൂട്ടം ദാസന്മാരോട് പറയും, അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രത്യേകം ഉണർത്തിയത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ് എന്ന ദിക്ർ ധാരാളം അധികരിപ്പിക്കാൻ